സോമനങ്കിളിൻ്റെ ആത്മവിശ്വാസം കാണുമ്പോഴാണ് എനിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങ് അറ്റം വരെ നിന്നിട്ട് ആ സെക്കൻഡിൽ ആള് അടുത്ത ഇലക്ഷനിൽ നോക്കാമല്ലോ, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനി വരുന്നത്. അത്ര കൂളായിട്ട് ഇറങ്ങി പോകുന്നത്. കക്കാൻ പോയ സമയത്ത് എന്നെ നാട്ടുകാർ കൂടെ ഇങ്ങനെ പൊക്കിയടിക്കുന്നത്. അവൻ മേലെയാ ക്യാമറ, എന്നെ ഇങ്ങനെ പൊക്കിയടിക്കുന്നത്, ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഏതോ ഒരു കുറേ ആൾ കൂടെ അടിക്കുന്നുണ്ടല്ലോ, ഒരാളെ അടി നല്ല കിമിയായിട്ട് കിട്ടി. ഒരു പരിധി കൂടുതൽ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉണ്ടാവില്ലല്ലോ. എന്ന് പറഞ്ഞ തലയാണോ കൈയാണോ എവിടെ ഇടിച്ചെന്ന് മനസ്സിലായി. നീ അതിന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ബോധം കെടുന്ന അവർ വിചാരിച്ചില്ല. ഫ്രീഡം മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സാധനം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് പെർഫോം ചെയ്യുന്ന അറിയുന്നതോട് കൂടിയാണ് ഒരു ഓക്കെ നിങ്ങൾ ചെയ്തു. ആ വിശ്വാസമാണ്. ഞാൻ പെണ്ണ് കണ്ടിട്ടേ ഇല്ല. ഞാനൊരു ഹോട്ടൽ നടത്തിയിട്ടുണ്ടായി. ആ ഹോട്ടലിൽ കാറിയിൽ ഇത് പുറത്ത് പോകുന്നില്ലല്ലേ, പുറത്ത് പറയാൻ കഴിയില്ല അധികം. ശിവജി സാറിന് മുറിവ് പറ്റിയിട്ടുണ്ട്, ചോര വരുന്നുണ്ട്. ഇപ്പൊ പോയി നോക്കുമ്പോ എന്റെ നഖം എന്തോ കൈ പിടിച്ച് തിരിച്ചേല് നഖം പറ്റിയിട്ട് കൈയൊക്കെ മുറിഞ്ഞ് ചോര കൊൽപ്പിച്ചിങ്ങനെ ഇരിക്കുക. കാനന ചായയിലാടുമേക്കാൻ വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്നൊരു വെബ് സീരീസ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വിജയകരമായി പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചർച്ചകളാവുന്നുണ്ട്. അതിൽ ഓരോരോ ക്യാരക്ടേഴ്സിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകളാണ് നമ്മളോടുള്ളത്. അതിൽ അഭിനയിച്ച കുറച്ച് ആളുകളാണ്. എല്ലാവർക്കും ഈ ഷോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ആ ഒരു വെബ് സീരീസ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ആ സിനിമയിൽ, ആ ഒരു സീരീസിനെ പറ്റി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ഒരു സീരീസിൽ. എല്ലാവരെയും ശ്രദ്ധിക്കപ്പെടുന്നു, എല്ലാവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളതും കൂടെ ഒരു പ്രത്യേകത ഉണ്ട് ആ സീരീസിന്. അപ്പം ആ ഒരു സീരീസ് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വന്ന റെസ്പോൺസ് എത്തരത്തിലുള്ളായിരുന്നു? ചേച്ചി തുടങ്ങിക്കോ. മൈക്ക് എൻ്റെ കയ്യിലാവുകൊണ്ട് ഞാൻ തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാനതിൽ സരോജിനി എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിനിമ, എനിക്ക് തോന്നുന്നു സിനിമ ചെയ്തിട്ട് ഇപ്പം 18+ ആണ് മുമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെ റെസ്പോൺസ് കിട്ടിയ വേറൊരു സിനിമയിൽ. അപ്പം അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴും മെസ്സേജുകളായിട്ടും വിളികളായിട്ടും വഴിന്ന് കാണുമ്പോഴായാലും ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു 7 എപ്പിസോഡും കുറച്ച് ആളുകളാണ് പെട്ടെന്ന് കണ്ടത്. അല്ലാത്തവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ചിലർ പറയും ഞാൻ ഇത്ര എപ്പിസോഡായിട്ടോ, ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. എപ്പോഴും പിന്നെ റീലുകളായിട്ട് കുറേ ഭാഗങ്ങൾ ഇറങ്ങി, കിണർ ചാടുന്നതും ഭർത്താവിനെ ചീത്ത പറയുന്നതൊക്കെ ആയിട്ടുള്ള. ഇപ്പോൾ സീരീസ് മുഴുവൻ കണ്ട് തീർക്കാത്തവരും ഈ സീനുകളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള അഭിനന്ദനങ്ങളും നല്ല റെസ്പോൺസാണ്. പിന്നെ വലിയ സന്തോഷം തോന്നിയത് അജു വർഗീസ് വിളിച്ചു കഴിഞ്ഞ ദിവസം. എന്നിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ആക്ടിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ. അത് ഭയങ്കര സന്തോഷം തോന്നിയതാണ്. പിന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ആ ഒരു എഫേർട്ടിനെ കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞതും വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. നമസ്കാരം മക്കളെ. ഞാൻ ഇതിൽ അസൻക എന്ന കഥാപാത്രം ചെയ്തത്. അപ്പോൾ അസൻകയ്ക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ എറണാകുളത്തുനിന്ന് ഈയിടെ ഒരു ഡയറക്ടർ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഒറിജിനൽ ആചാര്യ തന്നെയാണോ എന്ന്. ഞാൻ പറഞ്ഞ അല്ല മോനെ, ഇത് നമ്മൾ ആ കഥാപാത്രത്തെ കിട്ടുമ്പോൾ ആചാരമായി മാറുകയാണ്. അതുപോലെ അസൻക എന്നുള്ള കഥാപാത്രം അങ്ങനെ ചെയ്താണ്. വളരെ നല്ല അഭിപ്രായമാണ് ഓടുന്നത് കേട്ടോ. ഏതായാലും വിജയരാഘവൻ്റെ കൂടെയൊക്കെ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയല്ലോ. ഓക്കെ ഓക്കെ. നമസ്കാരം. ഇതിൽ എൻ്റെ ക്യാരക്ടറിന് പേരില്ല, പേരെനിക്കറിയില്ല അതിൽ. പക്ഷേ അതിൽ കുഞ്ഞികൃഷ്ണൻ മാഷ് 2 ആൺമക്കളിലൊരു മൂത്ത മകനായിട്ട് അഭിനയിച്ചു. അതിൽ നമ്മുടെ അനിയത്തിയാണ് ഗോപിക. സന്നിവിൻ്റെ വിളിച്ചോടുന്ന സീനാണ്. ഈ പറഞ്ഞ പോലെ തന്നെ, ചേച്ചി പറഞ്ഞ പോലെ തന്നെ, ഞാൻ ആദ്യം സീരീസ് കണ്ടില്ലായിരുന്നു. പക്ഷേ അതിന് മുന്നേ റീൽസ് ഇറങ്ങി, ആ ഒരു സീൻ മൊത്തമായിട്ടുള്ള റീൽസ് ഇറങ്ങി. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചില്ല, ചെയ്യുമ്പോൾ പോലും നമ്മൾ വിചാരിക്കുമല്ലോ ഇത് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഇത്തരം കണ്ടൻറ്റുകളിലൊക്കെ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റ്, തുടക്കക്കാർക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ഉണ്ടാകുന്നതാണ് ഈ റീൽസ് ഇങ്ങനെയുള്ളത്. കാരണം ഒരുപാട് റീച്ച് കയറും, ഒരുപാട് ആളുകൾ കാണും. കാരണം നമ്മൾ ആ ഒരൊറ്റ സീനിലേ ഉണ്ടാവുള്ളൂ. ഭാഗ്യം കൊണ്ടാണോ സീനിൻ്റെ ഗുണം കൊണ്ടാണോ അറിയില്ല, പക്ഷെ അത്രയും റീൽസ് കയറുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടായി. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഞാൻ ഈ സീരീസ് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞങ്ങൾ ചെയ്തു, ഒരു സീൻ ചെയ്യാൻ പറ്റി, ചെയ്തു പോകുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷമുണ്ട്, കാരണം ഇവരൊക്കെ എല്ലാവർക്കും നമുക്ക് അറിയാം. ഈ നാട്ടിൽ പല പല നാടകങ്ങളിലും കണ്ടിട്ടുണ്ട്, പല ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്, നമ്മളൊന്നിച്ച് സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതിൽ കാണുമ്പോൾ അതിൽ നല്ല രസമായിട്ട് അഭിനയിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കാസ്റ്റിങ്ങിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളയംകുളമായിരുന്നു, ആളുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഇവരൊക്കെ ഓഡിഷൻ ചെയ്യുന്ന നളന്തയിലൊക്കെ ഓഡിഷൻ ചെയ്യുമ്പോൾ ഞാനും ഉണ്ട് അവിടെ. പലരെയും നമ്മളും വിളിച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ അവർ നമ്മൾ കാസ്റ്റ് ചെയ്തവർ നന്നായിട്ട് പെർഫോം ചെയ്ത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ്. ആ സന്തോഷം കൂടെ ഉണ്ട് ഇതിൽ. ഈയൊരു ഇതിലെ വെബ് സീരീസിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് എനിക്ക് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് വിജയരാഘവൻ സാറിനോടാണ്. സാറാണ് എനിക്ക് ഈ ഒരു വെബ് സീരീസിൻ്റെ അകത്ത് അഭിനയിക്കാനുള്ള ഒരു അവസരം. എൻ്റെ കഥാപാത്രം എന്ന് വെച്ചാൽ ചെറിയൊരു കഥാപാത്രമാണ്. പക്ഷേ ഈ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്നെ സാറ് വിളിച്ചു. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. സാർ എന്നെ ഡയറക്ടർ പ്രവീൺ സാറിന് പരിചയപ്പെടുത്തി. അതിലെനിക്കൊരു ചെറിയൊരു വേഷം തന്നു. പക്ഷേ അത് തന്നപ്പോൾ എനിക്ക് 15 ദിവസം ഞാൻ അതിൽ കണ്ടിന്യൂ ആയിട്ട് ഷൂട്ടിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുള്ളത്, കാരണം ഞാനും വിജയരാഘവൻ സാറുമായിട്ട് ഒരുപാട് വർഷത്തെ ഒരു ഇതുണ്ട്. ഞാൻ കഥ പറയുമ്പോൾ കൈരളി ചാനലിലെ കഥ പറയുമ്പോൾ ഒരു കണ്ടസ്റ്റ് ആയിരുന്നു. അന്ന് മുതൽ സാറായിരുന്നു അതിൽ ജഡ്ജ്. അതിൽ അന്ന് മുതൽ സാറുമായിട്ടുള്ളൊരു ബന്ധമാണ്. സാർ ഈ കോഴിക്കോട് എവിടെ ഉണ്ടെങ്കിൽ ഷൂട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കും. അതിലൊരു ചെറിയൊരു വേഷം സാർ എനിക്ക് വാങ്ങിത്തരും. ഈ ഒരു വെബ് സീരീസിൻ്റെ അകത്ത് അഭിനയിക്കാൻ അവസരം കിട്ടിയാലും ഇവിടെ വരാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വലിയൊരു അനുഭവമായിരുന്നു. നേരത്തെ നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്തതാണ്. ആ വകയിൽ സിനിമാ രംഗത്ത് കുറച്ച് അറിയപ്പെട്ടിട്ടുണ്ടെന്ന് വേണം പറയാം. പക്ഷേ ഈ PPL വന്നതും കൂടെ വൈഡായിട്ട് നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു സന്തോഷം ഈ വകയിൽ പറയാൻ പറ്റുന്ന ക്യാരക്ടറൊന്നും അല്ലല്ലോ. കള്ളൻ സത്യരാജാണ് പേര്. പക്ഷേ ക്യാരക്ടർ കള്ളൻ സത്യരാജാണെങ്കിലും ആ കഥയിൽ മൊത്തം ഒരിക്കലും ഒരു കളവ് പോലും വിജയിപ്പിച്ചെടുക്കാൻ ഈ പാവത്തിന് സാധിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ എതിർകക്ഷിയുണ്ടല്ലോ ശീലാവതി ഭൂലോക കള്ളിയായിട്ടത് അതിലുള്ളത് നന്നായിട്ട് കക്കും. പക്ഷെ നമ്മൾ വളരെ കക്കുന്ന കാര്യത്തിൽ പോക്കാന്ന് ഇങ്ങനെ ഒപ്പിച്ച് പോയിന്നേലു. പക്ഷേ ഈ അനുഭവം വലിയ അനുഭവമാണ്. ഇത്ര മഹാരാജന്മാരുടെ കൂടെ പ്രശസ്തരും അതിപ്രശസ്തരും ഈ രംഗത്തെ അധികാരികരുമായ ആളുകളെ ഒന്നിച്ച് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ജീവിത അനുഭവമാണ്. ഈ രംഗത്തെ അനുഭവമാണ്. സിനിമ എന്ന് പറഞ്ഞ കുറേ ഇപ്പോൾ 5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ക്യാരക്ടർ റോളും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ സിനിമ എന്ന മൊത്തം നോക്കുമ്പോൾ ഞാൻ വെറും അംഗനവാടി കുട്ടിയാണ്. കാരണം അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതൊരു പുതിയ അനുഭവമായിട്ടുണ്ട്. കാരണം വെച്ചാൽ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും മറ്റു പല സ്ഥലത്തുനിന്നും ഇപ്പോൾ ഇത് കണ്ടിട്ട് പല ആളും വിളിക്കുന്നുണ്ട്. ചെറിയൊരു സീനേ ഉള്ളെങ്കിലും അത് സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നില്ലാന്ന് എൻ്റെ വിശ്വാസം. പൊതുവെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇതിനിടെ ഞാൻ എൻ്റെ മകളടുത്ത് മകൾ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് റീഡറാണ്. അവിടെ കാണാൻ പോയ സമയത്ത് വൈറ്റിലിൽ നിന്ന് ഒരാവശ്യം കഴിഞ്ഞ് കളമശ്ശേരി HMC ജംഗ്ഷനിൽ KSRTC ബസ് കയറി അവിടെ നിന്ന് വേറൊരു കക്ഷി കൂടി എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ഭാഗത്തിരിക്കുന്ന സീറ്റിൽ നിന്ന് ഒരച്ഛനും മകനും ഇങ്ങനെ നിങ്ങൾ എവിടെ വെച്ചു? ഞാൻ പറഞ്ഞു കണ്ണൂരാണ്. നിങ്ങൾ സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പേരില്ലൂർ പ്രീമിയർ ലീഗിൽ അഭിനയിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കള്ളം സത്യരാജാണോ? പണ്ട് അശ്വമേധത്തിൽ GS പ്രദീപ് ചോദിക്കും പോലെ ചോദിക്കല്ലേ ഇങ്ങനെ. അതുപോലെ ചോദിച്ച ആളെത്തി. അപ്പോൾ അയാളൊരു ദേവരി കോളേജിലെ പ്രൊഫസറായിരുന്നു. എന്നാടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതെൻ്റെ ജീവിതത്തിൽ നമ്മളൊരു എഡിറ്റ് ചെയ്തു എന്ന് പറയുന്നത് വലിയ സന്തോഷമല്ലേ. അപ്പോൾ ഇതിൽ എല്ലാവരെയും കൂടെ കൂട്ടായ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എനിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. നമസ്കാരം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ലില്ലി എന്നാണ്. എന്നെ സംബന്ധിച്ച് ലില്ലി എനിക്കൊരു ലോട്ടറി ആയിരുന്നു ആ സമയത്ത്. കാരണം 18+ അമ്മയാണ് അതിന് തൊട്ട് മുൻപേ ചെയ്തത്. അതിലൊരു ഭയങ്കര പാവം അമ്മയാണ്. ഭയങ്കരമായിട്ട് കരയുന്ന, ഭർത്താവിനോടും മകനോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരു പാവം അമ്മയായിട്ടാണ്. അതിന് നേരെ വിപരീതമായിരുന്നു ലില്ലി. അപ്പോൾ ലില്ലി എനിക്ക് അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രവീണേട്ടനാണ് ഡയറക്ടർ.
ഇങ്ങനെ ഫ്രീഡം തരുന്ന വേറൊരു ഡയറക്ടർ ഇതുവരെയുള്ള എക്സ്പീരിയൻസിലില്ല. നമ്മൾ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പേ. പക്ഷേ ഇത് ചേച്ചി എന്ത് വേണമെങ്കിൽ ചെയ്തു. എന്താണ് മകൻ നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യുക, അതുപോലെയൊക്കെ കരഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഒരു സുഖം ഉണ്ടായി എന്ന് തോന്നുന്നുണ്ട് അത് ചെയ്യാനായിട്ട്. അതുതന്നെയായിരിക്കണം എല്ലാവരും എല്ലാവരുടെയും ക്യാരക്ടർ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പം ലില്ലിയും അതുപോലെ ബാക്കിയുള്ള എല്ലാവരും ഇതിലെ ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിലെ എല്ലാ കുഞ്ഞി ക്യാരക്ടേഴ്സിനെയും ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ സീരീസ് കാണുന്നതിന് മുമ്പ് ഈ പറഞ്ഞ മാതിരി ഒക്കെ റീൽസായിട്ടൊക്കെ വന്നു. അപ്പോൾ റീൽസൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല റീച്ച് ഉള്ളത് കൊണ്ട് എല്ലാവരും തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് അബു വളയംകുളത്തിനോടാണ്. അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. പിന്നെ എൻ്റെ കഥാപാത്രം ഇതിൽ നാണുക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. പിന്നെ അധികം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരിയലിൽ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് 1-2 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നാടകങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നാടകങ്ങൾ MT വാസുദേവൻ നായരെ ഗോപുരനടയിൽ എന്ന് പറഞ്ഞ നാടകം, പിന്നെ ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നുള്ള നിലമ്പൂർ ആയിഷ ആദ്യമായിട്ട് അഭിനയിച്ച ആ നാടകം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം. നമസ്കാരം. ഞാനിതിലെ കള്ളൻ സത്യരാജിൻ്റെ ഭാര്യ ശീലാവതി. ഞാൻ ഈ വെബ് സീരീസിലേക്ക് എത്തുന്നത് നമ്മളെ ബിനോയ് നമ്പോല വഴിയാണ്. അപ്പം ആദ്യം തന്നെ ബിനോയ്ക്ക് എൻ്റെ വക വലിയൊരു നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രവീണേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു അവിടെ. അതിൽ എനിക്ക് ഫസ്റ്റിൽ പിന്നെ ആ ഒരു പേഴ്സ് അടിച്ചു മാറ്റുന്ന ആ ഒരു സീനിൽ പൈസ നമ്മളിങ്ങനെ എണ്ണിയിട്ട് പേഴ്സ് എറിയാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്താക്കി വെച്ചാൽ ഈ ഒരു ഇതിൽ നിന്നിട്ട് പൈസ മൊത്തം അങ്ങ് എറിഞ്ഞിട്ട് പേഴ്സ് കയ്യിൽ പിടിച്ചിട്ട് എന്നിട്ട് അത് അവർ കട്ട് പറഞ്ഞിട്ട് ഞാനൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാൻ അതേ നിൽപ്പ് നിൽക്കുക. അപ്പോൾ ഡയറക്ടർ പ്രവീണായിട്ട് ഓടി വന്നിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ടെൻഷനായി പോയി. പക്ഷേ ഒന്നും വേണ്ട, സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സീനിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇതുപോലെ മെസ്സഞ്ചറിലൊക്കെ അറിയാത്ത കുറേ ആളുകൾ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ കുറേ ആളുകൾ എനിക്ക് റീൽസ് ഇങ്ങനെ അയച്ചു തരും. ഇതിൽ കാണുന്ന ഇൻസ്റ്റയിലും ഇതിലൊക്കെ കാണുമ്പോൾ എല്ലാവരും അറിയാത്ത നല്ല അഭിപ്രായം എന്തായാലും. പിന്നെ ഇതിലിരിക്കുന്ന എല്ലാവരും ഒരുവിധം എല്ലാവരും നേരിട്ട് പരിചയവും ഒരുമിച്ച് നാടകം ചെയ്തവരും ഒക്കെയാണ്. അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇവരിപ്പോൾ പറഞ്ഞതിലൊക്കെ തന്നെ സെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ സെറ്റിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു അഭിനയിക്കാനുണ്ടായിരുന്ന സുഖത്തിനെ പറ്റി അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചു. അപ്പോൾ ഇവരുള്ള പല ക്യാരക്ടേഴ്സും സെറ്റിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ആളുകളായിരിക്കില്ല നിങ്ങൾ എല്ലാവരും. അപ്പോൾ ആ സെറ്റിൽ ഇതിപ്പോൾ പേരിലൂർ എന്ന് പറയുന്ന പോലെ പേരില്ലാത്ത ഒരു ഊരാണ്, ഒരു ഫാൻറ്റസി ഒരു സാധനം ഉണ്ടാക്കി അവിടെയുള്ള വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിനെ അതിൽ കൊണ്ടുവന്നിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മളെ സമൂഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലെത്തിയപ്പം, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് കണ്ടിട്ടുമില്ല, അവിടുത്തെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസും എത്തരത്തിലായിരുന്നു? എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഈ പേരിലൂർ പ്രീമിയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു വേഷമൊക്കെ മാറ്റി മീശയൊക്കെ കട്ട് ചെയ്ത് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നതാണ്, ഫീമെയിലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ അത്ര പോലും എനിക്ക് മീശ കളയാൻ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര സങ്കടം വന്നു എൻ്റെ മീശ കളയണമെന്ന് പറഞ്ഞപ്പം ഈശ്വരാ മീശ. പിന്നെ ഞാൻ കുറേ മാസ്ക് ഇട്ടിട്ടായിരുന്നു നടന്നത് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ. പക്ഷേ എനിക്ക് മീശ കളഞ്ഞാൽ വേണ്ടില്ല, ഈ ഒരു വെബ് സീരീസിൽ അഭിനയിക്കാൻ പറ്റിയല്ലോ. ഇത് ഞങ്ങൾ നാണുക്കുട്ടൻ ഹാജിയാർ ഒക്കെ ആയിരുന്നു എന്നെ കിണർ ചാടുമ്പോൾ രക്ഷിച്ച ആൾക്കാർ. ഞാൻ ഡയറക്ടറും അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചേച്ചി ചിലപ്പോൾ ചാടുട്ടോ പിടിച്ചോ എന്ന്. അപ്പം അത് വീണു പോകുമെന്നുള്ള ടെൻഷനൊന്നും അല്ലായിരുന്നു. നമ്മൾ ആ ക്യാരക്ടർ ഭംഗിയായി ചെയ്യാന്നുള്ളൊരു ഇതിൽ ശരിക്കും അതിൻ്റെ എല്ലാ വെപ്രാളവും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കട്ട് പറയുമ്പോഴാണ് എല്ലായിടത്തും നമുക്ക് വേദന, എല്ലാവരും കൂടെ അങ്ങനെ നന്നായി പിടുത്തം വിടാണ്ട് പിടിച്ചിട്ട്. പിന്നെ പ്രിയും ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ഭർത്താവിനെ ഞാൻ സംശയിക്കുന്നതിലെ പ്രധാന കാരണക്കാരിയൊന്നതാ ലില്ലി. അതിന് ലില്ലി കുട്ടീനെ കാണാതായിട്ട് ആര് വരുമ്പോഴും ഉമ്പളെ മോൻ പോയി എന്നാ പറയുന്നത്. ഇവളെ ഭർത്താവ് വരുമ്പോഴും നമ്മളെ അത് ചേട്ടൻ എനിക്ക് രഹസ്യമായി തന്നായിരുന്നു. പക്ഷെ പൊക്കി എൻ്റെ ചേട്ടൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, രഹസ്യമായിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഭൂലോക കോഴിയും സംശയത്തിന്റെ 4ാം സ്റ്റേജിലെത്തി നിൽക്കുന്ന അതും ഭർത്താവ് കിണറ്റിൽ വീണെടുത്ത് കരയുടെ ഒരു സീനുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ കുറ്റം പറയും, പിന്നെ വേഗം അതിന് തിരിച്ചിട്ട് അയാളോട് ഭയങ്കര ഇഷ്ടമുള്ള പോലെ സംസാരിക്കുന്നുണ്ട്. അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലായിരുന്നു.
സരോജിനി കരയുന്നു. പിന്നെ മിക്കവാറും എൻ്റെ ഭാഗത്ത് സ്ക്രിപ്റ്റിൽ ഒരു ബ്രാക്കറ്റിൽ സരോജിനി പ്രതികരിക്കുന്നു, സരോജിനി കരയുന്നു, അല്ലാണ്ട് ഫിക്സ്ഡ് ഡയലോഗൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഡയറക്ടർ തന്നിട്ടുള്ള ഒരു ഫ്രീഡവും നമ്മൾ വളരെ കംഫർട്ടായിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് നാടകം പോലെ തന്നെ ഇംപ്രവൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അതിന് ഡയറക്ടർ അതേപോലെ തന്നെ കൂടെ കോ ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് അത് ഇത്രയും സക്സസ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ചതാണ്, ഞാൻ ഇങ്ങനെ ആദ്യം നന്നായി പുന്നാരിച്ച് കരഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യട്ടെ, ആ ചേച്ചി ചെയ്തോ എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ അങ്ങ് ഇട്ടപ്പോൾ ശരി അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു രംഗം ചെയ്ത്. അതുപോലെ ശിവജി സാറെ ശരിക്കും എടുത്തു പറയണം, കുട്ടികളെ പോലെ ഈ ഒരു ക്യാരക്ടർ മാറ്റി ചെയ്യുമ്പോൾ അതിനോട് ഇങ്ങനെ തലയ്ക്കകത്ത് അത് മാത്രമായിട്ട് അതിനോട് ആർത്തി പിടിച്ചിട്ട് ആ ക്യാരക്ടർ എങ്ങനെ നന്നാക്കാം എന്നുള്ളതിൽ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് അതിലെ കുറേ ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തലേന്ന് കിണർന്ന് വെള്ളം എടുക്കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉള്ളതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു സാധനം എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആൾക്കാർ കാണാൻ തോന്നിയാസം പറയുന്നോ എന്ന് വെച്ച് കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രംഗമൊക്കെ അങ്ങനെ പൊലിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു രംഗമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആരോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശിവജി സാറിന് മുറിവ് പറ്റിയിട്ടുണ്ട്, ചോര വരുന്നുണ്ട്. അപ്പോൾ പോയി നോക്കുമ്പോൾ എൻ്റെ നഖം എന്തോ കൈ പിടിച്ച് തിരിച്ചേല് നഖം പറ്റിയിട്ട് കൈയൊക്കെ മുറിഞ്ഞ് ചോര കൊൽപ്പിച്ചിങ്ങനെ ഇരിക്കുക. പക്ഷെ ഭയങ്കര പോസിറ്റീവായിട്ട് ആള് ഭയങ്കര ഹെൽപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് പരമാവധി ചെയ്തു, നിങ്ങൾ പരമാവധി ചോദിക്കും ചെയ്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. അല്ല, അവര് പരമാവധി പോസിറ്റീവായി ചെയ്തു. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. ഈ കൈ മുറിഞ്ഞ സമയത്ത് സംഭവം നമുക്ക് സങ്കടം തോന്നി, അയ്യോ ശിവചേട്ടൻ്റെ കൈ മുറിഞ്ഞല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ അതിന്റെ തലേ ദിവസമാണ് മറ്റേ ബോധം കെട്ട് വീഴുന്ന സീൻ എടുത്തത്. അതിൽ ശിവചേട്ടനെ പിടിച്ചില്ല, ഞാൻ താഴെ വീണ് തറയില്. ടപ്പെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പരിധി കൂടുതൽ നീ അതിന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ബോധം കെടുന്ന അവര് വിചാരിച്ചില്ല. നമ്മളൊരു പരിധി കൂടുതൽ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉണ്ടാവില്ലല്ലോ. ടക്കെന്ന് പറഞ്ഞാൽ വീണ് തലയാണോ കൈയാണോ എവിടെ ഇടിച്ചതെന്ന് മനസ്സിലായി. പിന്നെ വീണ സമയത്ത് നമുക്ക് ആരും കാണാതെ മെല്ലെ നൈസായിട്ട് എണീക്കുക എന്ന് മാത്രമാണല്ലോ നമ്മൾ വിചാരിക്കുക. പിന്നെ അവിടെ ട്രൈബൽസ് ആയിരുന്നു, അപ്പോൾ അവരുടെ അടുത്ത് കുറേ തൈലവും സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശിവചേട്ടൻ്റെ കൈ മുറിഞ്ഞതിൽ എനിക്ക് എവിടെയോ ഒരു മാനസിക സന്തോഷം ഉണ്ടായി. അതിൽ പിന്നെ ഞാനീ കക്കാൻ പോയ സമയത്ത് എന്നെ നാട്ടുകാർ കൂടെ ഇങ്ങനെ പൊക്കിയടിക്കുന്നുണ്ട്. അവൻ മേലെയാ ക്യാമറ, എന്നിങ്ങനെ പൊക്കിയടിക്കുന്നത് ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഏതോ ഒരു കുറേ ആൾ കൂടെ അടിക്കുന്നുണ്ടല്ലോ, ഏതോ ഒരാളെ അടി നല്ല കിമിയായിട്ട് കിട്ടി. ഒന്നും മിണ്ടാണ്ടിരുന്നു, വല്ല പറ്റി വെച്ചു, ഒന്നും പറ്റിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമില്ലല്ലോ. പക്ഷെ നല്ല സീനായിരുന്നു അത്. പിന്നീട് എനിക്ക് പ്രത്യേകിച്ചല്ലേ ഡയലോഗില്ല, കള്ളൻ സത്യരായനെ ഡയലോഗില്ല. അയ്യോ അയ്യോ ചെയ്യല്ലേ എന്ന മനസ്സിൽ ഒരു സാധനമില്ല, അങ്ങനെ കുറച്ച് സാധനമേ ഉള്ളൂ. പക്ഷേ ഇത് കാണുമ്പോഴൊക്കെ ഡയലോഗൊന്നും ഇല്ലെങ്കിലും സംഭവം നല്ല ആയിരുന്നില്ല. ഈ പറഞ്ഞൊക്കെ പ്രവീൺ സാറിൻ്റെ അവരോട് പിന്നെ ഇടപെടൽ ഒന്നും നമ്മളിങ്ങനെ ചെയ്തോന്ന് പറഞ്ഞതേ ഇല്ലു. പിന്നെ അധികം നമ്മളോടൊന്നും അധികം പറയാൻ അധികം വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു സാധാരണ കള്ളനായിട്ട് നാട്ടിൻപുറത്ത് നമ്മളെ കാണുന്ന കള്ളനുണ്ടല്ലോ, നമ്മളെ നാട്ടിൻപുറത്തുകാരനാണല്ലോ. അപ്പോൾ നാട്ടിൻപുറത്തിലൊരു കള്ളൻ്റെ ഷേപ്പ്, ഓൻ്റെ ഒരു മുണ്ടൊടുത്തം അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വെച്ചിട്ട് ഇങ്ങനെ രസകരമായിട്ട് ചെയ്തുകൊണ്ട് നന്നായി എന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത്. ശരിയായിട്ട് അല്ല, അതിനിടയിൽ ഈ എന്നെ ഈ വീട്ടിനകത്ത് പൊക്കുന്നുണ്ടല്ലോ പോലീസ് പൊക്കി ആർന്നും അടിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഭാര്യ എന്താ പണിയെടുക്കുന്നത് വെച്ചാൽ ഈ കക്കൻ്റെ ഒരു ശ്രദ്ധയിൽ മാത്രമേ ഇല്ലയോ മറ്റു നമ്മളെ അടിക്കുന്നതിലൊരു വേദനയോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രം ഒരു പ്രത്യേക രസമായിരുന്നു അത് കാണാൻ. കള്ളന്റെ കാര്യം പറയുമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ബാക്ക് സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കള്ളനാണ്? ഇല്ലല്ല, എനിക്ക് പിന്നെ അധികം പറഞ്ഞു തന്നിട്ടില്ല. എന്നോട് പറഞ്ഞു കള്ളനാണ്, അത് തനതായ രീതിയിൽ അങ്ങോട്ട് ചെയ്തെന്നുള്ളൂ, സ്ഥിരമായിട്ട് ചെയ്യണം. അത് പറഞ്ഞു നിങ്ങളൊരു തനതായ രീതിയിൽ അങ്ങോട്ട് ചെയ്തോ പിന്നെ അത് ഇതാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു കുട്ടി ബാഗ് പിറകിലിട്ടിട്ട് ഒരു വരവാണ്. അപ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കൊക്കെ ചെയ്തു, അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഒരു അങ്ങനെ അല്ലേ അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും സത്യേട്ടനും കാരവനിൽ സത്യേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു സത്യേട്ടനാണ് എൻ്റെ ഭർത്താവ് എന്നൊന്നും അറിയില്ല. ഈ ഉണ്ടോ ഇതിലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ട്. ഞങ്ങൾ അവിടെ എത്തി ലൊക്കേഷനിൽ ആ വീട്ടിലേക്ക് കയറുമ്പോഴാണ് സത്യേട്ടൻ മേക്കപ്പ് ചെയ്യുന്നൊക്കെ അവിടെ ഒരുമിച്ചിരുന്നിട്ടാ. പക്ഷെ അപ്പോഴും അറിയില്ല ഭർത്താവായി നിൽക്കുന്ന ആൾ ഇതാണെന്നുള്ള. അവിടെ എത്തി അപ്പം ഞാൻ ചോദിക്കും നിങ്ങളേനി, അപ്പം മുപ്പതിനോട് ചോദിക്കാം ഏനി ശീലാവതി.
പിന്നെ അവിടെ ചെന്നപ്പം കുട്ടേട്ടൻ്റെ കൂടെ അവരുടെ ആ ഒരു സീനിലേക്കാണ് ഞാൻ വരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ കള്ളൻ്റെ ഭാര്യയാണ് വീട്ടിൽ നിന്ന് അപ്പം ഇങ്ങനെ ഇവർ വരും, എന്താ പറയുക, വോട്ട് ചോദിക്കാൻ വരും, അങ്ങനെയൊക്കെ. അപ്പോൾ വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ തട്ടിയപ്പോഴാണ് ഞാൻ അങ്ങനെ, അപ്പോൾ ശരിക്ക് നായിൻ്റെ മോനെ എന്ന് തന്നെയാണ് ഞാൻ വിളിച്ച്. അപ്പോൾ എനിക്ക് അതൊരു ബേജാറായി പോയി, കാരണം അവർക്ക് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ എന്നുള്ള. പക്ഷേ കുട്ടേട്ടൻ പിന്നെ അത് കഴിഞ്ഞ് സീന് കഴിഞ്ഞ് സംസാരിച്ച് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ചേച്ചി ഇപ്പൊ നമ്മളിവിടുന്ന് സംസാരിച്ചപ്പോ ഒരു ക്യാരവാന്റെ തമാശ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അതൊന്ന് പ്രേക്ഷകർക്ക് കൂടെ പറഞ്ഞു കൊടുക്കാം. അത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സീന് കുറച്ച് വൈകുന്നേരം ഇവരൊക്കെ എത്തിയ സമയത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി ഇരുന്നോളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, എവിടെയാണ് ഇരിക്കണം. അവിടെ ഒരു ഇത് നിർത്തിയിട്ടുണ്ട്, പക്ഷെ അത് ക്യാരവനാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ തന്നെ, അപ്പോൾ അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത മനോജ് എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ അതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഞാൻ കയറിയില്ല, ഞാൻ അവിടെ തന്നെ നിന്ന്. അപ്പോൾ ഒരു ഡ്രൈവർ വന്നിട്ട് തുറന്ന് വന്നിട്ട് പറഞ്ഞ് കയറിക്കോളൂ. കയറിയ സമയത്ത് എനിക്ക് ആകപ്പാടൊരു ഇതാദ്യമായിട്ട് കാണാം. ഞാൻ മൊത്തം ഇങ്ങനെ, അപ്പോൾ വിജിത ഉണ്ട് നമ്മൾ RJ, അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അവളുടെ സീന് വന്നപ്പോൾ അവൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, ഞാനുള്ള ഫ്രണ്ട്സിനെ മുഴുവൻ വീഡിയോ കോൾ വിളിച്ചു. വിളിച്ചിട്ട് അന്ന് എൻ്റെ ഭർത്താവ് ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അവിടേക്കും വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു, കാരവനിലാണ്, ലോക്കൽസിനോടൊന്നും സംസാരിക്കാറില്ല, പക്ഷെ ടൈം പോവാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അസനക്ക് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓളെ നിങ്ങൾക്ക് അറിയുമോ വെച്ച്, ഓളെ എനിക്ക് അറിയൂലേ. ആ ഡയലോഗ് അപ്പോൾ ഉണ്ടാക്കിയതാണ്. പ്രവീൺ പറഞ്ഞ അസനക്കൊക്കെ എന്തൊക്കെയാ തോന്നുന്നു ഒക്കെ ചെയ്തോളാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് ആണി സഞ്ചിയൊക്കെ ഞാൻ ഇവിടെ വെച്ചതൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു അസനക്കുണ്ട്, ആ രൂപ എനിക്ക് വന്നത്, അതാണ് ആ കോലത്തിലൊക്കെ വന്നത്. ഇപ്പോഴും അങ്ങനെ എന്നെ ആളും തിരിച്ചറിയില്ല, ഈ ഫേസിലാവുമ്പോൾ തിരിച്ചറിയുന്നില്ല, താടി വെച്ചാൽ മാത്രമേ അസനക്കെ തിരിച്ചറിയുന്നുള്ളൂ. ഇപ്പോൾ ഇവർ എല്ലാവരും പറയുന്നുണ്ട് പ്രവീൺ ചേട്ടൻ്റെ ഫ്രീഡം, ഡയറക്ടർ ഫ്രീഡം എന്നുള്ളത്. ഈ ഫ്രീഡത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ കാസ്റ്റിങ്ങിൽ ആദ്യം ഇരുന്നുകൊണ്ട് ഉള്ളൊരു അനുഭവമുണ്ട്. കാരണം ഇവരെ എല്ലാവരും കാസ്റ്റ് ചെയ്യുമ്പോഴും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കൃത്യമായിട്ട് ധാരണയോട് കൂടിയാണ് നിങ്ങളെല്ലാവരും കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നടക്കം നമ്മളെ കാസ്റ്റിങ്ങിൽ അങ്ങനെയാണല്ലോ നോക്കുക. അപ്പോൾ ഈ ഫ്രീഡം മാത്രമല്ല, നിങ്ങൾക്കൊരു സാധനം തന്നാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞ് പെർഫോം ചെയ്യുന്ന അറിയുന്നതുകൊണ്ട് കൂടിയാണ് അവർ ഓക്കെ നിങ്ങൾ ചെയ്തു, ആ വിശ്വാസമാണ്. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഫ്രീഡം, ആ ഫ്രീഡത്തിൻ്റെ ബാക്ക് സ്റ്റോറി ഇതാണ്. അത് നിങ്ങളറിയാം, നിങ്ങൾ ഓൾറെഡി പെർഫോം ചെയ്തതാണ്, പെർഫോം ചെയ്യുമെന്നും അറിയാം. അതുകൊണ്ടാണ് ഇത്രയും വിശ്വാസത്തോടെ, അത് അത്രയും സാധനങ്ങൾ കിട്ടാനുണ്ട്. നമ്മൾ ഓഡിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പേസിൽ അറിയാമല്ലോ, എത്ര ഓഡിഷൻ ചെയ്താലും നമുക്ക് വേണ്ട സാധനം ചിലപ്പോൾ ഇടാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഈ അഭിനയിച്ച് കഴിഞ്ഞാലും ഈ പ്രശ്നം നമുക്കില്ല. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു ടീം അസിസ്റ്റൻസ് ADs ഒക്കെ ഇരിക്കുന്ന സമയത്ത് ചർച്ച ചെയ്തേ വരിക. അവർ ചെയ്യും, ഉറപ്പാണ്, അവർ ചെയ്യുന്നുള്ള ഉറപ്പാണ്. പക്ഷേ എന്നാലും സംശയം വരുമ്പോൾ പറയും, ഇല്ലടാ അവർ മുന്നത്തെ സാധനം ചെയ്തിട്ടുണ്ട്, ഓഡിഷനിൽ കണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് കൂളായി കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ഔട്ട് തരും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആക്ടേഴ്സിൻ്റെ കഴിവ് അവർക്ക് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ഫ്രീഡം നിങ്ങൾക്ക് തന്നത്. ഒരാൾ പോലും അവിടെ വേറൊരു ഇതിൽ നിന്നിട്ടില്ല, ഒക്കെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് കട്ടയ്ക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരാൾ പോലും മാറി നിർത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരും ചെയ്തോളൂ കുഴപ്പമില്ല. അങ്ങനെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ നേരത്തെ മാഡം ചോദിച്ചല്ല, ഈ കള്ളൻ്റെ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഈ പ്രാദേശികമായിട്ട് പറഞ്ഞൊക്കെ ഒരു കള്ളൻ ഉണ്ടായത് അറിയാം. അയാൾ അടുത്ത കാലമായിട്ട് മരിച്ചത്. അയാൾ നല്ല പ്രൊഫഷണൽ കള്ളനാണ്. അത് ചില ഒരു തവണ അതെല്ലാം നമ്മളെ മനസ്സിലുണ്ടായി, അതെല്ലാം മനസ്സിലുണ്ടായി, എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ ഒന്നുമില്ല. ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ അയാളെ നോട്ടവും ഭാവം എല്ലാം നേരിട്ട് കണ്ട ഒരാളാണ്. അപ്പോൾ അയാളൊരു കളവുണ്ട്. കളവ് പറഞ്ഞാൽ ഒരു തറവാട്ട് വീട്ടിൽ അവർ ജാതിമരമുണ്ട്. ജാതിമരം അറിയില്ലേ? ജാതിമരത്തിന് പറഞ്ഞാൽ തേക്ക് മരം നല്ല വിലയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ നമ്മുടെ തേക്ക് മരം എന്നാണ് പറയുക. അവിടെ ജാതിമരം രണ്ടുണ്ട്. നമ്മളെ നാട്ടിൽ ജാതിമരം എന്ന് പറഞ്ഞാൽ ഈ തേക്കിനെയാണ് ജാതി എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ ജാതിക്ക പിടിക്കുന്ന ജാതി വേറെ, ആ ജാതിക്കല്ല ഇത് തേക്ക്. കണ്ണൂർ ഭാഗത്തൊക്കെ ജാതി മരം എന്ന് പറയും, ജാതി എന്ന് അറിയാം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ തേക്ക് മരം ഞാൻ കണ്ണൂർക്കാരനാണ്, പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ മുക്കത്താണ് താമസിക്കുന്നത്. നിങ്ങൾ മീശ പിടിച്ചാലും കുഴപ്പമില്ല, സാധാ പോലെ. പിന്നെ എന്നിട്ട് അപ്പോൾ അയാൾ എന്താ വെക്കുന്നത് വെച്ചാൽ ആ തറവാടൊരു അമ്പലമൊക്കെ ഉണ്ട്, അത് തറവാടിൻ്റെ ക്ഷേത്രം. അപ്പോൾ അതിൽ മുഴുവൻ ഈ പറഞ്ഞ തേക്കുമരമുണ്ട്, ജാതിമരം. അപ്പോൾ അവർ അവിടുന്ന്
പിന്നെ താമസം 2 ദിവസം മാറി. അപ്പോൾ ഈ കള്ളനെല്ലാം മനസ്സിലാക്കി വെച്ചിന്. അപ്പോൾ ഇയാൾ എന്തോ വെച്ചാൽ ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ട്, ഒരു മുസ്ലിം വന്ന് കച്ചവടക്കാരനെ കൂട്ടി വന്നിട്ട് പിന്നെ പാർവതി നടത്തും വെറുതെ പറഞ്ഞു അയാൾ, പാർവതി എവിടെ പോയത് നീ? ഇവിടെ മനുഷ്യൻ ആൾ തെറ്റ് നമുക്ക് വീട് നാട് ഈട് തുക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ആലസമായിട്ട് പോകുന്നില്ല, നാടൻ ഭാഷയിൽ പറഞ്ഞ. അപ്പോൾ ആൾ തെറ്റുമ്പോൾക്ക് തുക്കാൻ പോകും. താക്കോൽ ഇവിടെ വെക്കില്ല, മറ്റേ ഈ പടിമയെല്ലാം ആടെയെല്ലാം തട്ടി അതുകൊണ്ട് താക്കോലൊന്നും വെച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ നോക്കിക്കോ, അവർ വെറ്റ് എന്ന് പറഞ്ഞിട്ട് അയാളെ സ്ഥലമായി അത്. അപ്പോൾ അയാൾ അതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അവർ മരമൊക്കെ നോക്കിയിട്ട് ഇയാളെന്താക്കി വെച്ചാൽ പിന്നെ അപ്പം തന്നെ 3000 രൂപ അഡ്വാൻസ് മേടിച്ചു. ആരോ സ്ഥലം, ആരോ മരം, ആരോ വീട്, ഇയാൾക്കൊരു ബന്ധമില്ല, 3000 രൂപ മേടിച്ചു. അന്ന് രാത്രി അയാൾ അയാൾ പോയി. അന്ന് കാറാക്കിയിട്ട് പിന്നെ ഈ പഴയങ്ങാടി വന്ന സ്ഥലത്തായി കച്ചവടമാക്കിയ അയാൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു പിന്നെ ഭാര്യയ്ക്ക് പെട്ടെന്ന് വല്ലാതൊരു അസുഖം, ഒരു രക്ഷയില്ല, കാറ് പിടിച്ച്, ഞാൻ കാറിന് അന്നേരം വളരെ കുറവല്ലേ, അപ്പോൾ കാറ് പിടിച്ചിട്ട് വന്നിന് അതുകൊണ്ടാണ്, ബാക്കി പൈസയും കൂടെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ, നിങ്ങൾ മരം വേണമെങ്കിൽ നാളെ തന്നെ മുറിച്ചോ, ഒരു കുഴപ്പമില്ല. ആ പാവം ആടുന്ന് കിടന്നെല്ലാം സംഘടിപ്പിച്ചിട്ട് മാക്സിമം പൈസ എടുത്തിട്ട് കൊടുക്കുകയും ചെയ്തു. ആടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരക്കല്ല. അപ്പോൾ പിന്നെ എന്നിട്ട് 2ാമത് പറഞ്ഞു, ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ മരിച്ചുപോയി എന്ന്. മറ്റ് ബാക്കിയില്ല, പൈസയും പരമാവധി എല്ലാം മേടിച്ചു. ഈ ഭാര്യ മരിച്ചല്ലപ്പാ, അടുത്തേക്ക് പിന്നെ പോകാൻ കഴിയും, ഇപ്പോഴേ മരം മുറിക്കാൻ ഒരു 10-41 ദിവസം കഴിയാണ്ട് പോകാൻ കഴിയും ചോദിച്ചിട്ട് ഇയാൾ 41 ദിവസം കഴിഞ്ഞിട്ട് മെല്ലെ മറ്റേ കമ്പക്കയറല്ലേ അതിലെടുത്ത് മരം മുറിക്കാനെല്ലാം കൂട്ടിയിട്ട് പോകുമ്പോഴേക്കോ ഓടിച്ചു ആളെ മരം ഇയാൾ കിട്ടും. അയാൾ പരമാവധി മാക്സിമം ഇയാൾ ഉപയോഗിച്ചു. അത്രമാത്രം പ്രൊഫഷണലായ ഒരു കള്ളനാണ് അയാൾ. അടുത്ത കാലത്ത് മരിച്ചു. പക്ഷെ എന്നാലും അയാൾ ഒരുപാട് ശീലങ്ങളുണ്ട് ഇങ്ങനെ നല്ല രസകരമായിട്ട്. കുറേ ഇങ്ങനെ ആണെങ്കിലും അതിലൊരു തമാശകളും എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അയാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ ചുരുക്കം ഒന്ന് മാത്രം. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ ചിരിയും അതെല്ലാം അങ്ങനെ അയാളെ കൊണ്ട് മനസ്സിലുണ്ടായി കുറച്ച്. ഇപ്പൊ ഈ സീരീസ്, ഇപ്പൊ കള്ളന്റെ കാര്യം പറഞ്ഞപ്പോ സീരീസ് ഇറങ്ങിയപ്പോ കുറച്ച് എല്ലാവരും എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന നോക്കി ഈ സോമന്റെ ക്യാരക്ടർ, അതുപോലെ കേമൻ സോമ, അതുപോലെ തന്നെ സൈക്കോ ബാലൻ, അങ്ങനെ കുറച്ച് തരുന്നുണ്ട്. അതൊരു രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ അത് ആ രണ്ടെന്നൊക്കെ പറയണത്. അപ്പൊ അത്തരത്തിൽ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഈ പേരിൽ ഒരു മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചേട്ടൻ കള്ളന്റെ കാര്യം പറഞ്ഞു, അതുപോലെ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സൈക്കോ ബാലൻ ചെയ്യണ പോലെ എന്തെങ്കിലും പുറത്തേക്ക് ചെയ്യുന്ന സൈക്കോ ബാലൻ ടൈപ്പിലെ കുത്തിത്തിരിപ്പുകാർ ഒരുതരം ഏഷണിക്കാർ നാട്ടിൽ പൊതുവിൽ ഉണ്ട്. കല്യാണം മുടക്കിയാലോ ഇങ്ങനെ നമ്മളെ നാടൻ ഭാഷ ഇപ്പോൾ ഒരു ഒന്നും ചൊറിയുന്ന സ്വഭാവമില്ല, ഇങ്ങനെ ആ ടൈപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അത് ഇതിങ്ങനെ കാണുമ്പം അതിൻ്റെ ഒരു നേതാവായിട്ട് തോന്നുന്നു. അത്ര തന്നെ. ഈ സൈക്കോ ബാലൻ്റെ എനിക്ക് തോന്നിയത് മിക്കവാറും ആളുകളിൽ ഇത്തരം സൈക്കോ നാട്ടിൽ കാണാം. പക്ഷേ സൈക്കോ ബാലൻ്റെ ഒരു സവിശേഷത എന്താ വെച്ചാൽ അയാളത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. തന്നെ സൈക്കോ ബാലൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ സൈക്കോ ബാലൻ എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റേ അവരൊന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് ഉണർത്തണം, സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. അല്ല, ഓരോരു ക്യാരക്ടർ സ്വഭാവം ഉണ്ടല്ലോ. ഞാൻ ഒരു കൂട്ടായിട്ട് ഒരു ദിവസം കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ചെറുപ്പക്കാരെ ഈ ഇതുണ്ടല്ലോ കശുവണ്ടി പൂത്ത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നിട്ട് നമ്മൾ കാണാൻ പോയി പോകുമ്പോൾ കുറേ ആളുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചങ്ങായി എന്താ വിളിച്ചിട്ട് ഈ പൂത്ത പൂവില്ലേ ഇങ്ങനെ പിടിച്ച് ഞെറ്റിങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ടാ അത്ര മതി ഓനി കിട്ടിയാൽ മതി, അത്ര കിട്ടിയാൽ മതി ഓനി. ആ ഒരു ഇല്ല, ഓരോ ടെൻഡൻസി ഇല്ലേ, ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ നമ്മളെ സമൂഹത്തിൽ. അപ്പോൾ ഞാനത് അപ്പോൾ അത് ചിലപ്പോൾ അത് അവരുടെ ജീവിതാവസാനം വരെ ചിലപ്പോൾ അവരെ ആ ഒരു സ്വഭാവം നിലനിൽക്കും. വളരെ ആളുകളെ കുറഞ്ഞു വരില്ലോ, ചിലവർ അങ്ങനെ പോകും. അതുപോലത്തെ ഒരു കഥാപാത്രം ഇങ്ങനെ സുഖം കണ്ടെത്തുന്ന കേമൻ സോം എന്നുള്ള ക്യാരക്ടർ ശരിക്കും അതിൽ മാത്രമല്ല എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. എന്ത് സംഭവിച്ചാലും അങ്ങേ അറ്റം വരെ അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിൽ എല്ലാവർക്കും സംശയമോ ഇനി ഇയാൾ തന്നെ ജയിക്കുമോ. അതിൽ മാളവികേൻ്റെ ക്യാരക്ടർ തന്നെ സോമനങ്കിളിൻ്റെ ആത്മവിശ്വാസം കാണുമ്പോഴാണ് എനിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങ് അറ്റം വരെ നിന്നിട്ട് ആ സെക്കൻഡിലാള് അടുത്ത ഇലക്ഷനിൽ നോക്കാമല്ലോ, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനി വരുന്നത്, അത്ര കൂളായിട്ട് ഇറങ്ങി പോകുന്നത്. പിന്നെയുള്ള ഡയലോഗ് പശുവിനെ ചവിട്ടിക്കാൻ പോണെന്ന്
പിന്നെ ചേച്ചി പോകുന്നില്ലേ ദുൽഖിഷിനെയും കൊണ്ട് ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോഴും പറയുന്ന ഒരു സംഭവം. ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കേമൻ സോമനെ പോലെ ശരിക്കും കേമൻ സോമൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ഒരു ഭയങ്കര മോട്ടിവേഷനാ അത്. ഇപ്പൊ ലാസ്റ്റില് നമ്മളെല്ലാരും വിചാരിക്കും ഈ രാജിക്കത്ത് ഇവള് കൊണ്ട് കൊടുത്തത് ഇയാള് ഇതാക്കിയിട്ടുണ്ടാവും, ഇയാൾ എന്നെ അടുത്ത ആള് എന്ന് വിചാരിക്കുമ്പോ അയാൾ വന്ന് പറയണ അത് ആര് അലക്കിപ്പോയി എന്നാണ്. ഒന്നുകൂടി ഒന്ന് എഴുതി തരാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അവള് പറ്റൂല എന്ന് പറയുമ്പോഴും ഇയാൾക്കൊരു നിരാശയൊന്നുമില്ലല്ലോ. ഇല്ല, അടുത്ത പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നു അശോകൻ സാറെ, ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ വിളിച്ചിരുന്നു. അപ്പം മുഴുവൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, 3ാമത്തെ 4ാമത്തെ എത്തിയിട്ടേ ഉള്ളൂ, വേറെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ കോള് വരുന്നുണ്ട്, ഭയങ്കര രസമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ വരുന്നുണ്ട് എന്ന്. ശരിക്കും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും നമുക്ക് ഹരിഹർ നഗർ അങ്ങനെ കുറേ ക്യാരക്ടറുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു അത്രയും മനസ്സ് പതിയുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിൽ കുറേ ക്യാരക്ടർ പേരിലൂരിലുണ്ട്, പക്ഷേ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ആ ഒരു സോമൻ്റെ ക്യാരക്ടർ തന്നെ. അത് ഒരുപാട് എക്സ്പ്രഷൻസ് ഇട്ടിട്ട് അങ്ങനെയല്ല, ആ ക്യാരക്ടർ ഓൾറെഡി അതിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് മനസ്സ് പതിഞ്ഞു പോകുന്നത് എന്നുള്ളത്. കുത്തുന്നത് അതിൽ നല്ല ഏറ്റവും നല്ല വോട്ട് മാറ്റി കുത്തിയിട്ടുള്ള പരിപാടി പ്രതീക്ഷിച്ച് ഇവർക്ക് കിട്ടും ആ ഇതെന്ന് പറയുമ്പോൾ ഞാനും ഒന്നും ചെറുതായിട്ടൊന്ന് കൈ മാറി. അത് നല്ല ആ കുഞ്ഞിപ്പയുടെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാസ്റ്റിങ്ങിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു ഇപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇതില്, എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും, ഈ സെലക്ഷനെ പറ്റി അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നോ? ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നില്ല ഇവര്. ഇപ്പൊ സൈക്കോ ബാലൻ പോലെ, സോമൻ പോലെ. ഇപ്പൊ സോമനൊന്നും അങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ്. സൈക്കോ സാധനങ്ങൾ നമ്മൾ കുറെ സിനിമകളിലും അങ്ങനെയൊക്കെ കണ്ടു. പക്ഷെ സോമനെ പോലെ ഇപ്പൊ സമൂഹത്തിലായപ്പോൾ ഒരു തോൽവി പറ്റിയ ഭയങ്കര വിഷമമുള്ള ആളുകളായിരിക്കും. പക്ഷെ ഇതുപോലെ നൈസായിട്ട് അതിനെ വിടുന്ന ആളുകൾ നമ്മൾ പൊതുവെ അങ്ങനെ സിനിമകളിലൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പൊ അതിനെ പറ്റി എന്തെങ്കിലും അറിയായിരുന്നോ? എനിക്കുള്ള ധാരണ, എൻ്റെ ധാരണ വെച്ചിട്ട് ഞാൻ പറയുന്നത്, അത് നമ്മളോട് സംസാരിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അബൂക്ക പറഞ്ഞത് പുള്ളിയുടെ മുന്നത്തെ വർക്ക് അറിയാലോ, കുഞ്ഞിരാമായണം, അതിലിതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഓൾറെഡി ആ പടം നമ്മളെ മുമ്പിൽ ഒരു റെഫറൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വെക്കാനും പറ്റില്ല, കാരണം അതിലെല്ലാം അധികം നോൺ ഫേസസ് ആണ് അധികം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരുടെ ആവശ്യം അധികം സിനിമകളിലോ അല്ലെങ്കിൽ നമ്മൾ അധികം കാണാത്ത ആളുകൾ പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓരോ ക്യാരക്ടറും യുണീക്കായിരിക്കണം, ഫിസിക്കായാലും ആക്ടിങ്ങിൻ്റെ വയസ്സായാലും യുണീക്കായിരിക്കണം. പക്ഷെ ഒരു നാട്ടുകാർക്ക് നമ്മൾക്ക് നാട്ടുകാർക്ക് ഒരു തനതായിട്ടൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവും വേണം, പക്ഷേ ഡിഫറെൻ്റ് ആവണം. അപ്പോൾ നമ്മളൊരു കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് ഏകദേശം സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈക്ക് എൻ്റെ ക്യാരക്ടറിൻ്റെ സാധനം എനിക്ക് പിന്നീട് പറഞ്ഞത്, എന്നെ ആദ്യം കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞത് ഒരു കളരി പരിപാടികളൊക്കെയുള്ള അത്യാവശ്യം മുൻകോപിയായിട്ടുള്ള അച്ഛനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു 2 ആൺകുട്ടികളുള്ള ഒരാൾ, മറ്റവൻ നേരെ തിരിച്ചാണ്, അമ്മയുടെ ചായവുള്ള അനിയനായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലോ സീരീസിലൊന്നും ഇത് നമുക്കൊരു ആ സീനിൽ പോലും നമുക്ക് പറയാൻ ഡയലോഗ്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇതുപോലെ ഓരോ ചെറിയ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ സ്വഭാവം. എന്നാണ് ഈ നാളന്തിയിൽ വെച്ചിട്ട് ഈ കള്ളൻ സത്യരാജന്റെ വേഷം ഷൂട്ട് തുടങ്ങിയ ദിവസമാണ് പറഞ്ഞു, അതുവരെ വേറൊന്നാ ജയിച്ചത്, അതാന്ന് പറയുന്നില്ല, ചിലപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെ വേറൊരു ക്യാരക്ടറാണ് ഒരു കഥാപാത്രത്തെ കുറിച്ച് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഷൂട്ട് തുടങ്ങുന്ന ദിവസം പറഞ്ഞു നിങ്ങൾ ഇതാ ചെയ്യേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഷാഹിദ് ഉണ്ടായിരുന്നു കാസ്റ്റിംഗ്, നളന്തിയിലുണ്ട്, നിരഞ്ജേട്ടൻ ഉണ്ടായിരുന്നു. നിരഞ്ജൻ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. എല്ലാവരും ഒന്ന് ചേർന്ന് ചെയ്യുന്നത്. അബൂക്കി നിരഞ്ജനം തന്നെ നമ്മളെ വിളിച്ച് ബന്ധപ്പെട്ടെല്ലാം സഹായിച്ചെല്ലാം. മാക്സിമം ഇവരുടെ എല്ലാവരെയും യുണീക്കായിട്ടുള്ള അഭിനയത്തിൻ്റെ സാധ്യതകളെയും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടറൊക്കെ ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് റൈറ്ററുടെ ഒരു യൂണിവേഴ്സാണ് ഇപ്പോൾ ഇത് പേരിലൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സാധനം ഇതിൽ വർക്കായിട്ടുണ്ട് എല്ലാവരിലും. ഈ കേമൻ സോമനിൻ്റെ കഥാപാത്രം സാർവത്രികമായിട്ടില്ലെങ്കിലും ചില കേന്ദ്രങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു പഞ്ചായത്തിൽ ഒരു കക്ഷിക്ക് സ്ഥിരമായിട്ട് ജയിക്കുന്ന പഞ്ചായത്തില്ലേ, പൂർണ്ണമായ വാർഡും 14 വാർഡുണ്ടെങ്കിൽ 14 വാർഡും ഒരു കക്ഷി അല്ലെങ്കിൽ ആട്ടെ സോറി ആ കക്ഷി ജയിക്കും. പക്ഷേ നമ്മളെ അനുഭവത്തിൽ തന്നെ ഒരാളെ പേര് അയാളിങ്ങനെ
നമുക്ക് തമാശയായിട്ട് ഇത് തോന്നുമെങ്കിലും അയാൾക്കത് തമാശ അല്ല, സീരിയസ് ആയിട്ട് എൻ്റെ അറിവ് മുതലേ ഒരു വാർഡില്ല, വനിതാ വാർഡാകുമ്പം അത് അയാളെ ഭാര്യ മത്സരിക്കും. പിന്നെ അല്ലാത്ത സമയത്തെല്ലാം ആ വാർഡിൽ അയാൾ മത്സരിച്ച് ഇന്ന് വരെ തോക്കുന്നുണ്ട്, ഇന്ന് വരെ ജയിക്കാൻ കഴിച്ചിട്ട്. എന്നുവെച്ചാൽ അയാളൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അയാൾ ഒരു കേമസ്വാമൻ്റെ ആ ഒരു ഇതല്ലെങ്കിലും അങ്ങനെ ഇവരുണ്ട്. ആ ഒരു അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് കൂറ് പേടിപ്പിച്ചിട്ട് എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇതൊരു കുറച്ചും കൂടെ ഹ്യൂമറായിട്ട് വന്നു. ഇപ്പോൾ ദീപു ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അവരുടെ വ്ളോഗുകളിൽ അവർ എഴുതുന്നതാണ്. ഇപ്പം ഞങ്ങളിലെ പല ക്യാരക്ടറിൻ്റെയും അവരുടെ വ്ളോഗ് എഴുത്താണെന്ന്. അപ്പം അതിൽ നിന്ന് ഇപ്പോൾ മാളവികേൻ്റെ ക്യാരക്ടറാണല്ലോ പുതുതായിട്ടൊന്ന് വന്ന് അതിലേക്ക് വന്ന്. അല്ലാണ്ട് അതിൽ പെരല്ലൂരിലെ മിക്കവാറും ആളുകളും ഇദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിൽ ഒക്കെ പരിചയമുള്ള, അത് കുറച്ചുകൂടെ ഡെവലപ്പാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ എനിക്കും പ്രിയയ്ക്കും വലിയൊരു ഭാഗ്യം വന്നത് ഈ പെരില്ലൂരിന് ശേഷം ഞങ്ങളെ അവിടെ ദീപുവിൻ്റെ തന്നെ അടുത്ത പടം ഗുരുവായൂർ അമ്പലനടയിൽ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഒരു വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതിന് ശേഷം ഇതിലൊരു പെർഫോമൻസ് അവർക്ക് തൃപ്തിയായതാവാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു റെഫറൻസ് പോയിട്ടാണ് ആ വലിയൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാവാനായാലും പറ്റിയത്. അപ്പം അതിനും ദീപുവിൻ്റെ അടുത്ത് പ്രവീൺ അവരുടെ അടുത്തൊക്കെ വലിയ താങ്ക്സ് ഉണ്ട്. ഈ സീരീസ് കണ്ടപ്പോൾ തോന്നി ഇതിലെ ഭാഷ, ആ ഗ്രാമത്തിൽ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഭാഷ ഇല്ലല്ലോ, എല്ലാവരും സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകളല്ലേ. കുറെ ആള് നമ്മളെ ചേച്ചിയൊക്കെ സംസാരിക്കണ നമ്മളൊരു ഈ ടച്ചിലല്ല. എനിക്ക് മാത്രമേ നല്ല ഭാഷയില്ലൂ, ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട്. അയ്യോ അയ്യോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതില്. അയ്യോ അയ്യോ, അത് ഏത് ഭാഷയിലും അയ്യോ അയ്യോ. ഞാൻ യൂണിവേഴ്സൽ ലാംഗ്വേജിലാണ്. അല്ല, അത് വേറൊരു ഇൻ്റർവ്യൂവിൽ പ്രവീൺ സാർ പറയുന്നത് കേട്ടു. ഇവരെ ആരും ലിമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ സ്ലാങ്ങിലേക്ക് എല്ലാവരെയും കൂടെ പിടിക്കാതിരുന്നത്. അവരവരുടെ ഭാഷയിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് നമ്മൾ അറിയാതെ പെർഫോം ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഏതാണോ സംസാരിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചിതമായ സാധനമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അതിനെ ലിമിറ്റ് ചെയ്യുക, പെർഫോമൻസിന് ഒരു ലിമിറ്റേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ലാങ്ങിലേക്ക് എല്ലാവരെയും പിടിക്കാതിരുന്നത് എന്ന് വേറൊരു ഇതിൽ പറയുന്നത് കേട്ടു. അതെ അതെ അതെ. ശരിക്കും ഞാൻ ആ കരയുന്ന സീനെല്ലാം ഉണ്ടല്ലോ, എൻ്റെ മുത്തയെ കരളയെന്നൊക്കെ പറഞ്ഞു, അതിപ്പം സ്ലാങ്ങും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധ ഒന്നും കൂടെ അതിലേക്കൂടെ പോകും. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പെർഫോമൻസ് ശ്രദ്ധിക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം കൊണ്ടാണ്. ഇപ്പൊ ഇത് ഒരു OTT ഇറങ്ങിയതുകൊണ്ട് കുറച്ചും കൂടി സ്വീകാര്യത കിട്ടിയ ആ സാധനം തോന്നുന്നുണ്ടോ? അതായത് ഇത് എപ്പോഴും എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളത്. ഇപ്പൊ തിയേറ്റർ ആകുമ്പം അങ്ങനെ എല്ലാ ഉള്ള ആളുകളും കാണുന്നില്ലല്ലോ, ഒരു എല്ലാവരുടെ കൂടെ ഒരു അറ്റൻഷൻ കിട്ടണില്ല ഈ OTT പ്ലാറ്റ്ഫോമിൽ കൂടെ വരുമ്പോൾ. ഇതാണ് കൂടുതൽ വീട്ടിലെ ആൾക്കാർക്ക് അറിയപ്പെടുന്ന, ഇതാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിനെക്കാട്ടും നല്ലത് അതാണ്. ആ ഡയലോഗ് ശരിക്കും അവരിലേക്ക് കയറുന്നുണ്ട്. വെബ് സീരീസ് ആണെന്ന് തോന്നുന്നു ന്യൂജൻ കുറേ കൂടുതൽ കാണുന്നത്. ഇപ്പം ഹോട്ടൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറേ കൂടുതൽ അവരെ കാണുന്നത്. കാരണം നമുക്കിപ്പോൾ മെസ്സേജ് അയച്ചതും പിന്നെ അങ്ങനെ കുറേ അധികം പറഞ്ഞവർ, മറ്റു നേരത്തെ ഒരു സിനിമ റിലീസായ സമയത്ത് അത് പിന്നെ ചെറുപ്പക്കാരുടെ ഒരു പഴയ തലമുറ കുറേ കൂടെ അധികം അതിനോട് നമ്മളടുത്ത് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പോൾ പല സ്ഥലത്ത് നമുക്ക് ഇത് റീൽ അയച്ചു തരുന്നതും അങ്ങനെ ഇത് ഫോട്ടോയിലെടുത്ത് അയച്ചു തന്നാലും കൂടുതലും വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോളേജ് ഫസ്റ്റ്, അപ്പോൾ അവർ ആ ഒരു ടൈപ്പ് ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം ഇത് നന്നായിട്ട് കാണുന്നുണ്ട്, ആവർത്തിച്ച് കാണുന്നുണ്ടെന്ന് പറഞ്ഞവരും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വർക്കിൽ സ്വാതന്ത്ര്യം പറഞ്ഞില്ലേ, സ്വതവേ ഞാൻ തെരുവ് നാടകത്തിലാണ് നമ്മളെ മെയിൻ. പിന്നെ തെരുവ് നാടകം, അമേച്ചർ നാടകം വെച്ച് ഒപ്പന, തിരുവാതിര, അങ്ങനെ എല്ലാം ചെറിയൊരു പൂരക്കളി, കോൽക്കളി എല്ലാം കളിക്കും. പക്ഷേ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്ത് വെച്ചാൽ തിരുവുനാടകത്തിൽ തെരുവിലേക്ക് നമ്മളെ മാക്സിമം നമ്മൾ അതങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിന് തടസ്സങ്ങൾ അധികം ഉണ്ടാവില്ല. തിരുവുനാടകത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത. അതുപോലെ ഒരു സ്വാതന്ത്ര്യം ഒരു പക്ഷേ എനിക്ക് മറ്റിപ്പം ഞാൻ പറഞ്ഞു 4-5 വർക്കിൽ പോയിട്ടുണ്ടെന്ന്, ആ തെരുവുനാടകത്തിൽ ചെയ്ത പോലെ ഒരു സ്വാതന്ത്ര്യം ഈ വർക്കിൽ കിട്ടിയിട്ടുണ്ടെന്നില്ലാണ്. ചെറുതായാലും വളരെ സന്തോഷത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് ഒരു തൃപ്തികരമായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവരുണ്ടല്ലോ, ഒരു മറ്റു ചില ചെയ്തിട്ട് അങ്ങനെ ഇത് പറഞ്ഞല്ല, ഭയങ്കര ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊന്നും നടന്നില്ലല്ലോ, വന്നില്ലല്ലോ എന്ന് തോന്നല്. പക്ഷേ ഇത് ചെറുതായാലും അത് ഏറ്റവും സന്തോഷത്തിൽ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്.
സന്തോഷത്തിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുമുണ്ട്. പിന്നെ ഈ ഒരു സീരീസിൽ പെണ്ണ് കാണൽ ഒരു ഭയങ്കര എന്താ പറയാ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സണ്ണിവിന് ഒരുപാട് പെണ്ണ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാൻ പെണ്ണ് കണ്ടിട്ടേ ഇല്ല. ഞാനൊരു ഹോട്ടൽ നടത്തിയിട്ടുണ്ടായി. ആ ഹോട്ടലിൽ ഗാദിയിൽ ഇത് പുറത്ത് പോകുന്നില്ലല്ലേ, പുറത്ത് പറയാൻ കഴിയില്ല അധികം, സ്വകാര്യം പറയാം. അപ്പോൾ ആരും അറിയണ്ട. അപ്പോൾ പിന്നെ പെണ്ണാണ ചടങ്ങിന് പോകാൻ പറ്റിയിട്ടേ ഇല്ല എനിക്ക്. ആരെല്ലോ കൂട്ടുകാരൊന്നിച്ച് പോകാൻ പറ്റിയില്ല. എനിക്ക് പെണ്ണാണ ചടങ്ങിന് പേരിനൊന്നും പോയതില്ല. കാരണം നേരത്തെ ഒരു ഹോട്ടലുണ്ടായി എൻ്റെ നാട്ടിൽ. പിന്നീട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നപ്പോൾ പിന്നീട് ബാങ്കിൽ വന്ന്. അപ്പോൾ അവിടെ ഖാദിയിൽ പണിയെടുക്കുന്ന 2 പെൺകുട്ടികൾ സ്ഥിരമായിട്ട് ഉണ്ടക്കായ മേടിക്കാൻ പറ്റും. ഉണ്ടക്കായ അറിയാ? ഉണ്ടം പൊരിയല്ല, കായപ്പെന്നാ പറയില്ല നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഒരു കറുപ്പ് കളറ് കായപ്പ, നിങ്ങളുടെ കായപ്പാന്ന് നമ്മൾ ഉണ്ടക്കായ്. ആ ഉണ്ടക്കായ് ഫേമസ് ആണ്. കാരണം നമ്മളത് ഉണ്ടാക്കും. ഉണ്ടക്കായും പൊറോട്ടയും സുഖിയനും ഇതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിങ്ങനെ മുഴുത്ത് ഇത്ര ഉണ്ടാവും. അപ്പോൾ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ആ ഉണ്ടക്കായി 2 ആൾ സ്ഥിരമായിട്ട് മേടിക്കാൻ വരും. അതിലൊരു ഉണ്ടക്കായിനെയാണ് ഞാൻ പിന്നെ പോയിട്ട് അല്ല പെണ്ണ് കാണാൻ പോകേണ്ടി വന്നിട്ടില്ല. പോയി എന്നല്ലാതെ കാര്യം ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. ചേച്ചിക്കോ? ഇല്ല, അങ്ങനെ കുറച്ച് പെണ്ണ് കാണാനൊക്കെ വന്നു. അതിൽ അവസാന ഞങ്ങളുടെ നാട്ടിലൊരു ശോഭന ലൈബ്രറി ഉണ്ട്. അപ്പോൾ ലൈബ്രറിയനായിട്ട് വൈകുന്നേരങ്ങളിൽ കുറച്ച് പോകലുണ്ടായിരുന്നു. അപ്പോൾ ശോഭന ക്ലബ്ബും ശോഭന ലൈബ്രറിയും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ തനി നാടൻ ആളുകളാണ്. അപ്പോൾ പെണ്ണ് കാണാൻ വന്ന ആരോ കുട്ടി വീട്ടിലുണ്ടോ ചോദിച്ചപ്പോൾ അവള് ക്ലബ്ബിൽ പോയതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചോ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു. അല്ലാണ്ട് വലിയ ഭീകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഇനി നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് 2 പേര് പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ പാട്ടിന് മുമ്പേ നമുക്ക് പോകാൻ പറ്റുമോ? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പെരിലൂർ പ്രീമിയം എന്ന് പറഞ്ഞ ഈ വെബ് സീരീസ് എത്ര കണ്ടാലും മതിയാവാത്തൊരു വെബ് സീരീസാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ടെൻഷൻ വരുവാണെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയൊരു വെബ് സീരീസാണ്. ഒരുപാട് കോമഡി ഉണ്ട്, നല്ല നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും കാണുക എല്ലാവരും. അതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ വെബ് സീരീസിലേക്ക് എനിക്ക് വഴി തുറന്നത് അബു വളയംകുളം, അതുപോലെ തന്നെ ഇതിൻ്റെ AD ആയിട്ടുള്ള പ്രസൂൺ, പിന്നെ ഡയറക്ടർ പ്രവീൺ സാറ്. അപ്പോൾ അവരോടുള്ള വലിയൊരു സ്നേഹം സന്തോഷമൊക്കെ അറിയിക്കാനുള്ളൊരു വേദിയായിട്ടും കൂടെ ഈ ഒരു കൂടിച്ചേരലിനെ കാണുകയാണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സീരീസാണ്. അപ്പം കാണാത്തവർ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. എല്ലാവർക്കും അത് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പോട്ടുള്ള ഈ ഒരു യാത്രയിൽ വലിയ പ്രചോദനമായി തീരുന്നുണ്ട്. അത് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. എന്താ പറയുക മക്കളെ, എല്ലാവരും ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. മലബാറിൽ കുറേ കലാകാരന്മാരുണ്ട്, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, കൈയടിച്ച് നിങ്ങൾ വിജയിപ്പിക്കണം. അതുപോലെ പേരിലൂർ പ്രീമിയർ ലീഗ് എനിക്ക് അവസരം തന്ന അബു വളയംകൂട്, എന്നെ ഓഡിഷൻ ചെയ്ത് അബു വളയംകൂട്, അതുമാതിരി നമുക്ക് സ്വതന്ത്രമായിട്ട് അഭിനയിക്കാനുള്ള അഭിനയിക്കാൻ അവസരം തന്ന പ്രവീൺ, നമ്മൾ ഉള്ളിൽ എന്താണ് ഉള്ളത് അത് മുഴുവൻ പുറത്ത് കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ഡയറക്ടർക്ക് കഴിയും. അതാണ് പ്രവീൺ ചന്ദ്രൻ. നമുക്ക് ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത്രയും നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ സൃഷ്ടികൾ ഉണ്ടാവും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവരൊക്കെ പറഞ്ഞാണ് എല്ലാവരും സീരീസ് കാണാത്തവർ കാണുക. കാരണം മലയാളത്തിൽ അധികം സീരീസുകൾ ഇറങ്ങുന്നില്ല. ഹോട്ട്സ്റ്റാർ ആയാലും സോണി എല്ലായാലും ഇപ്പം നിലവിൽ ഓരോരുത്തരായിട്ട് കണ്ടൻറ്റ് പുതിയതായിട്ട് വരുന്നുണ്ട് ഇനി. അപ്പോൾ ഇതുപോലെ ഉള്ള സീരീസുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും പുതിയ കണ്ടൻറ്റ്സ് ഉണ്ടാവും, പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടാവും, നമ്മളെപ്പോലെ പുതിയ ആർട്ടിസ്റ്റുകൾ, നമ്മളല്ലാതെ വേറെയും ഒരുപാട് പേരുണ്ട്. അവരും വരണം, എല്ലാവരും വരണം, എല്ലാവർക്കും അവസരം കിട്ടണം. അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാത്ത ആളുകൾ കാണണം, സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. ഇപ്പോൾ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. PPL ഇനിയും കാണാത്തവർ കാണുക. വളരെ നല്ല സീരീസാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കാണ് സെക്കൻഡ് പാർട്ട് മനസ്സിലാവുക.
അപ്പോൾ ഫസ്റ്റ് പാട്ട് ബാക്കി കാണാത്തവർ കാണുക. പിന്നെ ഇതിലേക്ക് എത്തിച്ചത് അബൂക്ക, പ്രവീൺ സാറൊക്കെയാണ്. അപ്പം ഇതിനെ നമ്മളൊരു ഭാഗമാക്കിയതിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിമാനം. എനിക്ക് പറയാനുള്ളത് ഈ കണ്ടവർ വീണ്ടും വീണ്ടും കാണുക, കാണാത്തവർ ഇനിയും കാണുക, കാണാത്തവരെ കാണാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ ഈ സംരംഭം കാരണം ഒട്ടേറെ കലാകാരന്മാരുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണിത്. അപ്പോൾ അത് വിജയിക്കുന്നത് കൂടെ തന്നെ പ്രത്യേകിച്ച് മലബാറിലെ ഒരു ഒട്ടേറെ കലാകാരന്മാർ അവിടെ ഒരു ഉന്നതിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബൂക്ക ഉൾപ്പെടെയുള്ള ബാക്കി ഇതിൻ്റെ എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മളായിട്ട് നന്നായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഈ ഇത്രയെങ്കിലും ചെറുതായാലും ആയിട്ട് എത്തിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരെയും പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയൊരു വേഷത്തിന് അല്ലെങ്കിൽ ചെറിയൊരു മുഖം കാണിക്കുന്നതിന് അവസരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് നല്ല നമ്മളെക്കാട്ടും കഴിവുള്ള എത്രയോ നല്ല നല്ല കലാകാരന്മാർ പുറത്തുണ്ട്. അവർക്ക് ഉൾപ്പെടെ ഒരു പ്രോത്സാഹനമാവുന്ന രൂപത്തിൽ പിന്നെ ഈ രംഗത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, അതിന് സഹായിക്കണം എന്നാണ് മാന്യ പ്രേക്ഷകരോട് വളരെ വളരെ സ്നേഹത്തോടെ എളിമയോടുകൂടി പറയാനുള്ളത്. ഈ വെബ് സീരീസ് കാണാത്ത എല്ലാവരും കാണണം, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഇതിൻ്റെ സംവിധായകൻ പ്രവീണേട്ടനോടും പിന്നെ എന്നെ ഈ വെബ് സീരീസിലേക്ക് എത്തിച്ച ജമേഷിനോടും ബിനോയിനോടൊക്കെ ഞാൻ ഹൃദയം നിന്ന് നന്ദി പറയാണ്. കൂട്ടത്തിൽ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ച് ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരുത്താനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞങ്ങളെ എത്തിച്ചതിലും ഒരുപാട് നന്ദി. പേരല്ലൂർ പ്രീമിയർ ലീഗിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവച്ചു. സന്തോഷമായിട്ടാണ് പിരിയാൻ പോകണം. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഇവർ പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടോടുകൂടെ നമ്മൾ ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പാട്ടിലേക്ക് കിടക്കുകയാണ്. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകോ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലയാളേ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിലാടുമേക്കാൻ വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. Celluloid Film Magazine.